പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളത്ത് പോകുന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എറണാകുളത്ത് കുറച്ച് കാര്യങ്ങളായിട്ട് പോകണ്ടായിരുന്നു. ഒരു വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് കയറി സെക്കൻഡ് AC-യിലായിരുന്നു. അപ്പോൾ ഞാനും ഷിനേട്ടനും കൂടിയാണ് പോയത്. മഴയായിരുന്നു പുറത്ത്, അത്യാവശ്യം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിൽ നമ്മളവിടെ ചെന്ന് ഇറങ്ങിയ സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല. നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് കയറിയ ട്രെയിനിനകത്താണെങ്കിൽ ഭയങ്കര കൊതുകായിരുന്നു. സെക്കൻഡ് AC ആണെങ്കിൽ പോലും അതിൻ്റെ ഡോറ് തുറന്നിട്ടിട്ടാണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കൊതുകായിരുന്നു. അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് നമ്മൾ എറണാകുളം ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നമ്മൾ റൂം എടുത്തത് സൗത്ത് റിജൻസിയിലായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയാണ് തിരിച്ച് ട്രെയിൻ, അതുകൊണ്ട് എന്തായാലും റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രോയുടെയും പിന്നെ സൗത്ത് സ്റ്റേഷൻ്റെയും മിഡിലായിട്ടാണ് വരുന്നത്. സൗത്ത് സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് സൈഡിൽ, റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സൗത്ത് റിജൻസി. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഭയങ്കര ലക്ഷറി ഫീലൊന്നും ഇല്ലെങ്കിലും റിസപ്ഷനൊക്കെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും റൂം ഒരു ആവറേജ് എന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത്തിരി ഒരു 2000 എബോ റേറ്റ് വരുന്നുണ്ട് ഒരു AC റൂമിന്, ഡബിൾ റൂമിന്. 2500 സംതിങ്ങോ അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ റൂം ഇതാണ്. അത്യാവശ്യം ഫെസിലിറ്റി കണ്ട് പെട്ടെന്ന് നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണ്. ആർക്കെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതായത് നമ്മൾ സൗത്ത് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ആ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്, മെട്രോയുടെ ഇടയിലായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ മെട്രോ സ്റ്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു വിൻഡോൻ്റെ അകത്തുകൂടെ പുറത്തോട്ട് നോക്കുന്ന വ്യൂ എന്ന് പറയുന്നത്. അത്ര ഭംഗിയുള്ള കാഴ്ചകളൊന്നുമല്ല. ഇവരുടെ തന്നെ ഒരു ഹോട്ടലാണ്, ആ ഒരു റൂമൊക്കെ ആണ് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂം. ബെഡ് എല്ലാം ഒരു ഡബിൾ കോട്ട് ബെഡുണ്ട്, ഒരു കബോർഡ് ഉണ്ട്, ഒരു ടേബിള്, ചെയർ, പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത്യാവശ്യം ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പിന്നെ റൂം സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഈ ബാൽക്കണിയുടെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആണ്. അവിടെ ഇരുന്ന് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റിയൊരു നല്ലൊരു, ആ ബാൽക്കണി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നല്ലൊരു ഏരിയ. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെട്രോ ആണ് നേരെ ഫ്രണ്ടിൽ കാണുന്ന. മെട്രോയുടെ ആ ഒരു ബ്രിഡ്ജാണ്. മെട്രോ സ്റ്റേഷൻ അതിൻ്റെ അവിടെ തന്നെയാണ്, അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എറണാകുളത്ത് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പോകാനൊക്കെ ഇവിടെ നിന്ന് എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ബാൽക്കണി. പിന്നെ ടോയ്ലറ്റ് ഇതാണ്. ടോയ്ലറ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക്. കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത്രയും എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ റൂം എടുത്തെങ്കിൽ ടോയ്ലറ്റ് അത്ര നല്ലതല്ല. പിന്നെ നമ്മളിതാ മെട്രോ കയറി പോകുന്നു. മെട്രോയുടെ ടിക്കറ്റ് എടുത്തു. അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ ഈ മെട്രോയുടെ ടിക്കറ്റ് അതിൽ QR സ്കാൻ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ മാത്രമേ അവിടെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞിട്ട് അടുത്ത ആൾ, നമ്മൾ അത് അടഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ QR സ്കാൻ ചെയ്യേണ്ടത്. അപ്പം മെട്രോയിലൊക്കെ സ്ഥിരം പോകുന്നവർക്ക് ഇതൊക്കെ അറിയായിരിക്കും. പക്ഷേ ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിത് മെട്രോയിൽ അധികം നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ പോകുമ്പോൾ മാത്രമാണ് മെട്രോയിൽ പോകാറ്. അപ്പോൾ അതുപോലെ അറിയാത്തവരുണ്ടാവും എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലാണ്. അവിടുത്തെ എസ്കലേറ്റർ കയറി പ്ലാറ്റ്ഫോം നമ്പർ 1-ലായിരുന്നു നമുക്ക് പോകേണ്ടത്. നമുക്ക് എടപ്പള്ളിയിലോട്ടായിരുന്നു പോകേണ്ടിരുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് എസ്കലേറ്ററൊക്കെ കയറിപ്പോയി പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. എന്ത് നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണെന്നറിയോ. ഇത്രയും വർഷമായി മെട്രോ തുടങ്ങിയെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം, നമ്മൾ എന്ത് ഫെസിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ അത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു മെട്രോ അവർ ക്ലീൻ ചെയ്യുന്ന രീതിയാണെങ്കിലൊക്കെ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും സ്റ്റേഷനാണെങ്കിലും കൊള്ളാം, മെട്രോ ട്രെയിൻ ആണെങ്കിലും കൊള്ളാം. ഇത്രയും വർഷങ്ങളായിട്ട് പോലും അതിനൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അതുപോലെ നീറ്റ്നെസ്സിനും ഒരു കുറവില്ല. ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെയാണ് സ്റ്റേഷനൊക്കെ കിടക്കുന്നത്. പിന്നെ അവിടെ ഇതുപോലെ ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എടപ്പള്ളി സ്റ്റേഷൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ. അവിടെ കുറച്ച് നല്ല ഫാൻസി ഷോപ്പുകളും പിന്നെ ഒരുപാട് പലതരത്തിലുള്ള ഷോപ്പുകൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ട്രെയിൻ വരും. ഇതാ നമുക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. നല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇത് എന്ന് ഈ ട്രെയിൻ കാണുമ്പോൾ തോന്നിപ്പോവും. ഇപ്പോൾ കൊച്ചിയിലുള്ളവർക്ക് ശീലമായെങ്കിലും ഞാൻ പറയുന്ന പോലെ പുറത്തുനിന്ന് ബാക്കിയുള്ള ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അത്രയും നല്ല നീറ്റാണ്, ഇത്രയും നല്ല ടെക്നോളജി, അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസം തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഇരിക്കാനൊക്കെ ആയാലും പിന്നെ നമുക്ക് എവിടെയും പോകണമെങ്കിൽ വലിയ പൈസ ചിലവില്ലാതെ നമുക്ക് അടുത്തടുത്ത സ്റ്റേഷനിലൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ടൊക്കെ വലിയ പൈസ ഒന്നും ആവുന്നില്ല. പിന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. നിൽക്കാനൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രോയുടെ അകത്തെ ഒരു കാഴ്ചകൾ. ഇങ്ങനെ നമ്മൾ മെട്രോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് നമുക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും അവിടെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണെന്നും പിന്നെ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്ന വരെയുള്ള ആ സ്റ്റേഷൻ ഏതൊക്കെയാണെന്നൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാനൊന്നൊരു കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അനൗൺസും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ എത്തി. പിന്നെ അതുപോലെ തന്നെ എടപ്പള്ളിയിലാണ് ലുലു മാൾ ഉള്ളത്. അപ്പം ഈ ലുലുവിൻ്റെ അകത്തോട്ട് കയറാനായിട്ടും ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എടപ്പള്ളി സ്റ്റേഷനിൽ നിന്ന്. അതും നല്ല ലുലുവിൽ പോകാൻ ഉള്ളവർക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് കറങ്ങി തിരിഞ്ഞൊന്നും പോകണ്ട, അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ എടപ്പള്ളി സ്റ്റേഷനിലുള്ള ഒരു സലൂണാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മോളിലൊക്കെ ചെന്ന ഒരു ഫീലാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ എറണാകുളത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി പിന്നെ വന്ദേ ഭാരതിലായിരുന്നു യാത്ര. അപ്പോൾ വന്ദേ ഭാരത് യാത്ര ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു യാത്രയാണ്. വന്ദേ ഭാരതിൽ എന്തായാലും ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ സാധിച്ചത് ഇപ്പോഴാണ്. അപ്പോൾ എറണാകുളത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്ദേ ഭാരതിലായിരുന്നു. അതും ഇതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതിനകത്തൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കും ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, വന്ദേ ഭാരത് തുടങ്ങി ഇത്രയും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിനെ അപമാനിക്കുകയല്ല, പക്ഷെ എന്നാലും അറിയാലോ നമ്മളെ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിലെല്ലാം നമ്മൾ കയറുമ്പോഴുള്ള അവസ്ഥയൊക്കെ നമുക്ക് അറിയാലോ. പക്ഷേ ഈ വന്ദേ ഭാരത് ആണെങ്കിലും വളരെ നീറ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അകത്ത് കയറുമ്പോഴും നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിലും അതൊഴിച്ചാൽ നമുക്ക് തോന്നുമ്പം ബാക്കിയുള്ള ട്രെയിനിലൊക്കെ നമ്മളിപ്പോൾ AC ചെയർ കാറിൽ എങ്ങനെയാണോ കയറി പോകുന്നത് അതേ ഒരു ഫീലൊക്കെ തന്നെയാണ്. പിന്നെ സീറ്റൊക്കെ കുറച്ചുകൂടെ ബ്ലൂവും എക്സിക്യൂട്ടീവ് ചെയറിൽ റെഡ് അങ്ങനെയൊക്കെയാണെന്നുള്ള ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ കുഷ്യൻ അതൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെയാണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ മൊത്തത്തിൽ നമുക്ക് സീലിംഗ് അതുപോലെ നമ്മുടെ ലഗേജ് സ്റ്റോറേജ് അതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പിന്നെ വന്ദേ ഭാരതിൽ നമുക്ക് കയറി ഉടനെ തന്നെ ആദ്യം വാട്ടറാണ് തന്നത്. ഒരു ബോട്ടിൽ എല്ലാവർക്കും തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റെയിൽ നീറിൻ്റെ വാട്ടർ ബോട്ടിലാണ് തന്നത്. അതിനുശേഷം നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു, ഡിന്നർ. അതിൽ നമുക്ക് ഒരു ചെറിയ ബോക്സിൽ ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ ചപ്പാത്തി 2 എണ്ണം റോളായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് കറി, ഒരു ചിക്കൻ കറിയും. നമ്മൾ നോൺ വെജ് ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെജ് കുറുമ ഉണ്ടായിരുന്നു. ഈ വെജ് കുറുമ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ ചിക്കൻ കറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഉപ്പൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് ഐസ്ക്രീം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസാട്ടയായിരുന്നു, മിൽമയുടെ കസാട്ട. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നേ. അപ്പോൾ അതും എല്ലാവരുടെ അടുത്തും വേണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൊള്ളായിരുന്നു. അതിന് ശേഷം കോഫി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്ന് ചോദിച്ചു, നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ പറഞ്ഞു തന്നതിന് ശേഷം 20 റുപ്പീസ് ആണെന്ന്. നമ്മൾ വിചാരിച്ചു അത് ഫ്രീ ആയിരിക്കും ചോദിച്ചു, പക്ഷേ അതും 20 റുപ്പീസ് ആയിരുന്നു. പക്ഷേ നല്ല കോഫി ആയിരുന്നു കേട്ടോ. വന്ദേ ഭാരതിലെ കോഫി അടിപൊളി കോഫി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർ എറണാകുളത്ത് പോയിരുന്ന ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ, നമ്മളെ വന്ദേ ഭാരത് യാത്രയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ പിന്നെ പറയാൻ മറന്നു, ഈ കോഫി എന്ന് വെച്ചാൽ നമുക്ക് തരുന്നത് ഒരു മിക്സ്, അതിൻ്റെ ഒരു കോഫി മിക്സിൻ്റെ ഒരു പാക്കറ്റാണ് തരുന്നത്. അത് നമ്മൾ പൊട്ടിച്ച ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ അവർ ഈ ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു തരും. അപ്പം നമ്മൾ അത് മിക്സ് ചെയ്തിട്ടാണ് അതിനെ കോഫിയാക്കി മാറ്റേണ്ടത്. ഇതുപോലെ നമ്മൾ പൊട്ടിച്ച പാക്കറ്റ് അതിലോട്ട് ഇടണം. അത് ഫുള്ള് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല കോഫിയുടെ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി ആയിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക്